ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവസിലീല. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇന്നൊരു മൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ബിസി ഡേ ആണ്, ജോലിയുള്ള ഒരു ദിവസമാണ്. അപ്പം ഞാൻ ഇതുവരെ ജോലിയുള്ള ഒരു ദിവസം വീഡിയോ എടുത്തിട്ടില്ല. എനിക്കും ജീവിച്ചാനും മാത്രമേ ഉള്ളൂ ഇന്ന് ജോലി. പിള്ളേർക്ക് ഇന്ന് സ്കൂളൊന്നുമില്ല, അവർക്ക് സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഞാൻ മൺഡേ ടു ഫ്രൈഡേ ആണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സാറ്റർഡേയും സൺഡേ ആണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വയ്ക്കുന്നത്. അതായത് ഒരുവിധമുള്ള കുക്കിംഗ് ഒക്കെ ചെയ്ത് വയ്ക്കുന്നതും തുണി കഴുകൽ, മടക്കൽ എല്ലാം ചെയ്യുന്ന, വീട് ഒന്ന് ഒതുക്കുന്നത് സാധാരണ വീക്കെൻഡിലാണ്. എന്നുവെച്ചാൽ വീക്ക് ഡേയ്സിൽ സമയം കിട്ടുന്ന കുറവാണ്. ഞാൻ ഒത്തിരി നേരത്തെ ഒന്നും അല്ല ജോലിക്ക് പോകുന്നത്. 9:30-ക്കാണ് എനിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 9 മണി കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. വരുമ്പം ഒരു 6:30, 6:45 ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡായിരിക്കും. അതുകൊണ്ട് പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ സൺഡേ ആണെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോയായിരുന്നു. അപ്പോൾ എൻ്റെ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസം ഫുൾ പോകും. രാവിലെ ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞ് വൈകുന്നേരം 6 മണിയൊക്കെ ആയി. ഇന്നലെ വന്നപ്പം 6 മണിയൊക്കെ ആയായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ പാതി ജോലി തീർന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു മൺഡേ ആണ്. അപ്പോൾ എനിക്ക് ഇനിയും പാതി പണി കിടപ്പുണ്ട്. സമയം ഓൾമോസ്റ്റ് 7 മണി ആവാറായി. പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സാറ്റർഡേ ഞാൻ കുക്ക് ചെയ്ത് വെച്ചായിരുന്നു. അല്ലാതെ ഇത് കണ്ട ഇവിടെ മൊത്തം നിരന്നിരിക്കുക. ഇന്ന് സാറ്റർഡേ കഴുകിയ പാത്രങ്ങളും എല്ലാം കൂടിയാണ് ഇവിടെ എല്ലാം നിരന്നിരിപ്പുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഒതുക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് ആട്ടണം. അപ്പോൾ രാവിലെ ജീച്ചാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ട് കോഫിയൊന്നും കുടിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു നോക്കട്ടെ, ലെമൺ സാധാരണ ഇങ്ങനെ നാരങ്ങയും തേനും കൂടി ഇട്ടുള്ള ചൂടുവെള്ളം കുടിക്കും രാവിലെ. അതാണ് സാധാരണ രാവിലെ ജീച്ചായന്. പിന്നെ ഞാനാണെങ്കിൽ ഇത് മൈക്രോവേവിൽ ഒരു കോഫി ഉണ്ടാക്കും എളുപ്പ വഴിക്ക്. ജീച്ചാനാണെങ്കിൽ മൈക്രോവേവിലെ കോഫി ഇഷ്ടമല്ല. അപ്പോൾ കോഫി ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ പാത്രത്തിൽ തിളപ്പിച്ചുണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനാണെങ്കിൽ എളുപ്പ വഴിക്ക് എനിക്കുള്ളത് മൈക്രോവേവിൽ ഉണ്ടാക്കി കുടിക്കും. സൺഡേ എല്ലേന്ന് വാങ്ങിച്ച ഗ്രോസറിയൊക്കെ ഇരിക്കുന്നു. പഴം, ഗ്രോസറി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നു. അതെല്ലാം ഒന്ന് ഒതുക്കണം. പിന്നെ വേണ്ട നമ്മുടെ സാറ്റർഡേ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കോഫി കുടിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും കഴിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേണ്ട ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ഒതുക്കി കയറ്റണം. ഈ ഹണി ഇവിടെ ഞങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഹണിയാണ് അത്. ലെമൺ ജ്യൂസാട്ടോ. കുറച്ച് ഡ്രോപ്പുകളോട് ഒഴിക്കാം. ഇതിനുള്ള ലെമൺ ജ്യൂസ് റെഡി. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഹായ് സ്നായെ രാവിലെ തുറന്ന് വിട്ട് പോട്ടിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുക. എൻ്റെ അടുത്ത ആള് വാ, വേണ്ടേ സ്ക്രാച്ച് ചെയ്യേ. അവിടെ എന്ത് സ്റ്റാച്ചു പോലെ നിൽക്കുന്നേ? ഒരാൾ കുടിക്കുമ്പോൾ തന്നെ അടുത്താക്കും പോയിണ്. എന്നിട്ട് അടുത്ത ആളുടെ കുടി മാറ്റും. രണ്ടുപേരും ഷെയർ ചെയ്താണ് വെള്ളം കുടിക്കുന്നത്. എന്തുവാടി സ്ക്രാച്ച് കുടിക്കണോ വേണ്ടെന്ന് തീരുമാനമായിട്ടില്ലേ? ഇത്ര സാധനം കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടുന്ന് എല്ലാം ഒതുക്കി കയറ്റി. 7:30 ആയിട്ടുണ്ട്. ഇനി ഷടേന്ന് ചെയ്യണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഗുഡ് മോർണിംഗ്. എൻ്റെ അടുത്ത് ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഉറങ്ങിയാ? അയ്യോ, ഇതൊക്കെയാ പരിപാടി. സ്കൂൾ എന്നാ ഞാൻ തുറക്കുന്നത്? August
13th. ആരാൻ്റെ ഇടയ്ക്ക് പോയി നോക്കുന്നത് ഒരാൾ കയറാൻ പറ്റാത്തൊരു സങ്കടം. നമുക്ക് കാവലിന് കിടക്കുക അവിടെ ഡോറിൻ്റെ അവിടെ. ചേച്ചിയാൻ എനിക്ക് വന്ന് കാള് കണ്ടത് അപ്പോൾ അതുകൊണ്ട് പുറത്താക്കി. അപ്പം ഞാൻ ഇനിയും കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ച് എടുക്കട്ടെ. എല്ലാം ഒരുവിധം ഇരിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് വിളമ്പിയാൽ മതി. അവിടെ മൈക്രോവേവ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി ചൂടാക്കിയിട്ടാണ് പോയി കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ചിന് ഞാൻ കൊണ്ടുപോകുന്നത്. മൺഡേ ആകുമ്പം പാത്രം നിറച്ച് കൂട്ടാനാവും. ഫ്രൈഡേ ഒക്കെ ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ എണ്ണം കുറയും. ഇതിൻ്റെ മേളിൽ ഇച്ചിരി മോരും കറിയും കൂടി, വെള്ളം മോരും കറിയും കൂടി. ഇതാണ് എൻ്റെ ലഞ്ച്. ഇത് ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലഞ്ച് ബ്രേക്ക് ആവുന്ന സമയത്ത് എടുത്ത് ചൂടാക്കി കഴിക്കും. ഗുഡ് മോർണിംഗ്. ഒരാൾ വന്ന് കിടക്കുന്നുണ്ടോ? പോയി പല്ലൊക്കെ തേച്ച് റെഡിയാവും. രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട്. ഉപ്പുമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ? ഓക്കെ. ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറാ. കുറേ നാളായ വീഡിയോ ഒക്കെ എടുത്തിട്ട്, അതുകൊണ്ട് ഈ ഒറ്റക്കൈ കൊണ്ടുള്ള പ്രവർത്തനമൊക്കെ ഭയങ്കര പ്രയാസം. മുട്ട പൊട്ടിച്ചൊഴിക്കാവാൻ കൊച്ച. നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ അവക്കാഡോ അരിഞ്ഞ് വെച്ച് മുട്ടയും കൂടി വെച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇടും വെച്ച്. കോഫിക്ക് വേണ്ടിയുള്ള പാല് ചൂടാക്കട്ടെ. തുറന്ന് ഓക്കെ, താങ്ക് യു. 3 പ്രോസസ്. ഇവിടെയൊക്കെ ഒതുങ്ങി. ഞാനവിടെ എഗ്ഗ് ഉണ്ടാക്കി തരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കോഫി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർത്തതിന് ശേഷം കാണാം. ഓക്കെ, കോഫിയും കുറച്ച് പഞ്ചസാര പൊടി. ആരെന്നേന്ന് നോക്കൂ. നോക്ക്, ഇപ്പോഴും വാ വിളിച്ചോണ്ടിരിക്കുന്നു. അല്ലേ? അയ്യോ, എനിക്ക് കോസ്കോയിലും പോകണം കേട്ടോ. സാധനം റിട്ടേൺ ചെയ്യാണ്ട്, അപ്പോൾ അതിനുവേണ്ടിയുള്ള ബോക്സൊക്കെ എടുത്തുകൊണ്ട് വരിക. കുറച്ച് സാധനങ്ങൾ ഇവരുടെ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് ഓൾഡ് നേവിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. ഇഷ്ടപ്പെടാത്തതും സൈസ് അല്ലാത്തതും പിന്നെ എൻ്റെ ജീൻസ് കണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ വലുതാണ്. അപ്പോൾ അതൊക്കെ റിട്ടേൺ ചെയ്യാനായിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. സമയം ഓൾറെഡി 8 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ റിട്ടേൺ ചെയ്യാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ജോലിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഈ കോലത്തിലൊക്കെയാണ് പോകുന്നത്. സാലഡ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് സാലഡ് കടല ഇരിപ്പുണ്ട്. അത് കഴിക്കുവാണെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ ചോറ് ചിക്കനും ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് കഴിക്കാം. ഇഷ്ടമുള്ള കഴിക്കാം. അല്ല, ഇനി പുതിയ കുക്ക് ചെയ്യണമെങ്കിൽ അതും ചേച്ചാനും കുക്ക് ചെയ്യാം. ഞാൻ കുക്ക് ചെയ്ത് ചിക്കനൊക്കെ കഴിഞ്ഞു. ഓ, ഞാൻ പറഞ്ഞില്ലയോ, കുറച്ചൊന്ന് കുക്ക് ചെയ്ത് തന്നു. അതാണ് ഈ പറയുന്നത്. എല്ലാം റെഡിയാക്കി വെച്ച് കുക്ക് ചെയ്ത്. കോളിഫ്ലവർ പൊട്ടറ്റോ അതൊന്നിച്ച് അതെല്ലാം റെഡിയാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാക്കി തരും. ചെയ്ത് തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഈ എല്ലാം ചെയ്തെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് തെറ്റായതാണ്. ഓക്കെ എന്നാ. നിനക്ക് എത്ര മണിക്കാ ഓഫീസിൽ കയറണ്ട? 9:30. 9:30. നിനക്ക് എത്ര നേരം എടുക്കാം ഓഫീസിൽ എത്താൻ? 20 മിനിറ്റ്. എന്താ ഇപ്പൊ ഇന്ന് ഇച്ചിരി നേരത്തെ? 16 പോവാ. 9:18 ആയിപ്പോട്ടെ. ബൈ ബൈ. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോലി ചെന്ന് കാണാം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്
മമ്മിയെല്ലാം വിളിക്കുന്നത്. അപ്പം മമ്മിയെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോകും. ജോലിയിൽ എന്തായാലും എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അവിടെ പ്രൈവസി ഇഷ്യൂ കാരണം എടുക്കത്തില്ല. താമസി എത്തി, എന്നത്തേക്കാളും ലേറ്റായി. വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് താമസിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ ലഞ്ച് ബ്രേക്ക് എനിക്ക് ഒരു 1 hour ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അപ്പം ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. എൻ്റെ ഫാർമസിയിൽ നിന്ന് ദൂരെയാണ് ഞാൻ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത്. ഇവിടെയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ ദൂരെയാണ് പാർക്ക് ചെയ്യുന്നത്. മണി 2:45. ആക്ച്വലി എൻ്റെ ജോലി കഴിഞ്ഞു ഇന്നത്തേത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അത് ഇൻഡിപെൻഡൻറ്റ് ഫാർമസിയിൽ ഞാൻ ഫാർമസി ടെക്കായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലി കഴിയുവാണെങ്കിൽ ഇവിടെ എനിക്ക് ഓപ്ഷൻ തരും, ലൈക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം എന്നുള്ളൊരു ഓപ്ഷൻ. ഞാൻ മിക്കവാറും ഇത് ജോലി കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങും, അല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ നിന്ന് ബോറടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇറങ്ങും. സാധാരണ ഈ ഒരു ടൈമിലാണ് ലഞ്ച് എടുക്കുന്നത്. ഞാൻ 2:30 2:45 ആവും ലഞ്ച് എടുക്കുമ്പം. അപ്പോൾ ഇപ്പം ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ അങ്ങ് പഞ്ച് ഔട്ട് ചെയ്തു. നമ്മുടെ രാവിലെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച റിട്ടേൺ ചെയ്യേണ്ട ബോക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ തൊട്ടടുത്ത് എനിക്കിവിടെ UPS സ്റ്റോറുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാധനം കൂടി മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകും. ലഞ്ച് കഴിച്ചിട്ടില്ല. ഈ പണികളൊക്കെ അങ്ങ് തീർക്കുവാണെങ്കിൽ അതങ്ങ് കഴിയും. അത് മാത്രമല്ല വണ്ടിക്ക് ഗ്യാസും ഇല്ല, അപ്പോൾ അതും അടിക്കണം. ഇന്നലെ നമ്മൾ പള്ളിയിൽ പോയതോടൊപ്പം ഓൾമോസ്റ്റ് ഫിനിഷ് ആയായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് കോസ്കോ ഇവിടെ തൊട്ടടുത്തുണ്ട് ജോലി സ്ഥലത്ത്. ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്താൽ കോസ്കോ ഉണ്ട്. കോസ്കോ എത്തി. നമ്മുടെ പൊറോട്ട ഇവിടെയുണ്ട്. പൊറോട്ട നല്ലൊരു പൊറോട്ടയാണ്, നാട്ടിൽ നിന്ന് വരുന്ന ഡെയിലി ഡിലൈറ്റ്സിൻ്റെ. ജസ്റ്റ് പാലും ആ സ്ക്രബ്ബറും മേടിക്കാൻ വന്ന ഞാനാണ്. കാട്ട് നിറച്ച് സാധനമുണ്ട്. കണ്ട പിള്ളേർ വന്നില്ലെങ്കിൽ നമ്മുടെ സ്നോയ് ബേബി വരും ഓടി എന്ന്. ഹലോ മിസ്. നോട്ടുള്ള തിങ്ങല്ല ഇപ്പം ഫുഡ് കഴിക്കണം. എന്ത് വേണ്ട, ചിക്കൻ ഒന്ന് കഴിക്കുന്നപ്പം ചിക്കൻ കൊതിച്ചിക്കുമാണ് അടിച്ചപ്പോഴേക്കൊന്ന് ഇതാവുക. മഹാൻ എന്തിനായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു തോന്നല്ലോ. ഞാൻ ക്ഷീണിച്ചില്ലേന്ന്. എങ്ങോട്ട് പോവാ? സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഒന്നൊന്നും കഴിഞ്ഞപ്പോ ആകെ പാലും ആ സ്ക്രബ്ബറും മേടിക്കാൻ പോയ ഞാനാ ഇരിക്കുന്നത്. സാധനം തീർന്നായിരുന്നു, അതുകൊണ്ടാണ് മേടിച്ചത്. ആക്ക് വേണ്ട മാത്രം എടുത്ത് ക്ലീൻ ചെയ്തോളൂ. വാങ്ങിച്ചോണ്ട് വരേണ്ട സാധനം വാങ്ങിച്ചോണ്ട് വന്ന് ഇനി ക്ലീൻ ചെയ്തോ. ഇതിൻ്റെ ഈ ഓരോ ടൈലിലെല്ലാം കറുപ്പുകളെല്ലാം മാറ്റിക്കോ. ഓക്കെ, ഗ്രൗട്ടിൽ. അപ്പം ഞാൻ കഴിക്കാൻ പോവാം. അപ്പം കഴിച്ചതിന് ശേഷമൊക്കെ കാണാം. അതുപോലെ ഇതെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം കാണാം. ഓക്കെ, ഈ ചിക്കനെ ഒന്നും കൂടി ബ്രോയിൽ ചെയ്യാമെന്ന് കരുതി. ഇതിനൊന്നും ഒരു കളർ പോരാ, അതുകൊണ്ട് ഒന്നുകൂടെ ബ്രോയിൽ ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഓവൻ ഓണാക്കി വെച്ചേക്കുക. വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം പരീക്ഷിച്ച് നോക്കുന്നു. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചേ? ഇല്ല. മോന് കൊടുക്കുക, മോന് വെറുതെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള പണികൾ വാങ്ങിച്ചോണ്ട് വരാനേ പറഞ്ഞുള്ളൂ, എന്നോട് ചെയ്യാൻ പറഞ്ഞില്ല. ഇവിടെ ബ്രഷ് പരീക്ഷണം നടന്ന് ഇപ്പോൾ ഇവിടെ ഭയങ്കര ക്ലീനിങ് ആയി. അവിടെ തെന്നിയുണ്ട്. നോക്ക്, നല്ല എണ്ണം പോകുന്നുണ്ടല്ലേ. ഇത് ക്ലോറാക്സ് ഇട്ടത് കൊണ്ടാണോ അതോ ആ ബ്രഷിൻ്റെ ആണോ?
ഫാനിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യാസമുണ്ട് കേട്ടോ സംഭവം. ഇവിടെ ചിക്കൻ കഴിക്കുന്നു. ഇവിടെ ഒരാൾ ജോലി ചെയ്ത് അവിടെ നോക്കേ ജോലി ചെയ്യുന്ന സ്ഥലം ഒന്ന് കാണിക്കണം. എന്നാ അവസ്ഥയാന്ന് പറയാം. ഒരു കാട് ഇതിനേക്കാളും ഭേദമാണെന്ന് പറയാം. സമ്മതിക്കട്ടെ. ഞാൻ കഥ പറഞ്ഞ് തീർന്നില്ല, പക്ഷേ അതാണ്ട് എൻ്റെ ഇടയ്ക്ക് വന്ന് ചേച്ചേൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്തുവാ ചോദിച്ചായത്? ആരെ ആക്കി വെച്ചേ? ആക്ച്വലി ആ മോണിറ്ററൊക്കെ മാറ്റി ആ മുറി ഒന്ന് റിനോവേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനെല്ലാം ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിന് കൂട്ടുനിന്നു. എന്നാൽ ആ ദിവസമേ അത് ചെയ്ത് തീർത്തിരുന്നെങ്കിൽ അത് ചെയ്ത് തീർക്കത്തില്ല. ഇപ്പം ആ റൂമിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, പൈശാചികമാണ്. നോക്കത് ഇത് ഇത്ര ചെയ്യാതെ നാളെ ലില്ലി ചേച്ചി വരും. എന്റെ സാധനമൊന്നും അല്ല അത്. എന്റെ ട്രാഷല്ല ഇത്, ചേച്ചിയുടെ മോണിറ്റർ വന്ന ട്രാഷ്. അതല്ലെങ്കിൽ ഞാനാ വീഡിയോ ഇല്ലെങ്കിൽ എന്റെ ജോലിയാ. എനിക്ക് അപ്പോഴേക്ക് ഇത് വൃത്തിയാക്കോ ചെയ്യോന്ന് ഉറപ്പാ എനിക്ക്. ഇതെന്തോ ഈ മോണിറ്റർ നിറച്ച് ഗ്രാഫുകള് ഇതെന്തോ ഒരു ബോട്ടിലിരിക്കുന്ന ഇവിടെ. ആകെ സ്നേഹമുള്ളത് എനിക്ക് എന്നോട്. ആരെ പറ്റിയാ പറഞ്ഞില്ല ഇരിക്കുന്ന ചിക്കനെന്ന് വിചാരിച്ചത് പറയുന്നത്. അതിന് ചിക്കൻ്റെ മണം അടിച്ചിരുന്നുണ്ട്. അപ്പം ജീച്ചാന് വേണ്ടി ജീച്ചാന് 3 എഗ് ബുൾസയും ചിക്കനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ടാക്കാം. സാധാരണ ഞാൻ ഈ ചിക്കൻ അധികം വരുന്നത് ഞാനത് പിച്ചി എടുത്തിട്ടത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ബ്രെഡിൻ്റെ അകത്ത് വെച്ച് സാൻഡ്വിച്ച് പോലെ കഴിക്കും. പിന്നെ ചേച്ചാൻ്റെ ബുൾസൈ ആയിട്ടുണ്ട്. ഇനി അത് സെർവ് ചെയ്യാം. ചേച്ചാന് വേണ്ടിയുള്ള ബുൾസൈ. ഓ ഡാഡി സൂമോ ആയിരിക്കും. ഓക്കെ, ഇതെടുക്കുമ്പോൾ ഇനി പൊട്ടിപ്പോയാലോ ബുൾസൈ. അതുകൊണ്ട് ബുൾസൈ പൊട്ടുന്നതിന് മുന്നേ കാണിക്കാം. ഞാൻ ബ്രേക്കില്ല. എന്തോ ബ്രേക്കില്? രാവിലെ തൊട്ടാ ബ്രേക്കില്ല. ക്യാമറ ബുൾസൈ ഞാനുണ്ടാക്കിയ ബുൾസൈ എങ്ങനെയുണ്ട്? നല്ല ചിക്കൻ, യമ്മി. നല്ല വെള്ളം. ഡാഡി കഴിക്കുന്നത് എത്ര പേരാ നോക്കി? 1 2 4 4 കഴിക്കട്ടെ, ശരീരത്തിൽ പിടിക്കത്തില്ല. ആരുടെ ശരീരത്തിന്? പാത്രം കഴുകി കഴിഞ്ഞു. ഇവിടെ ആൻ ബിസിയാണ്. ആൻ ചായ ഉണ്ടാക്കുന്നു എല്ലാവർക്കും വേണ്ടി. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ജീച്ചാൻ്റെ റൂം ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. താഴെ കിടന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ബോക്സിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. ഇനി കുളിക്കുക എടുക്കുകയൊക്കെ വേണം. പിള്ളേരൊക്കെ കുളിച്ചു. ഡിന്നർ എല്ലാവരുടെയും കഴിഞ്ഞു. ഇനിയും കുളിയോടെ കഴിഞ്ഞാൽ കിടക്കാം. നല്ലോണം ടയേർഡായി. നാളെ ഇനിയും ജോലിയുണ്ട്. അപ്പോൾ രാവിലെ ഇതേപോലെയൊക്കെ തന്നെ. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെയൊന്നും ആയിരിക്കത്തില്ല. ഇന്ന് ഇച്ചിരി നേരത്തെ ജോലിയിൽ നിന്ന് വരാൻ പറ്റിയതുകൊണ്ട് കുറേ പണികളൊക്കെ എനിക്കൊന്ന് ചെയ്യാൻ പറ്റി. പക്ഷേ ഇനിയും തുണികളൊക്കെ മടക്കാനും എടുക്കാനും ഉണ്ട്. അത് പെൻഡിങ് ഇട്ടിട്ടാണ് ഈ റൂം വൃത്തിയാക്കാനായിട്ടൊക്കെ കയറിയത്. ഇതായിരുന്നു
എൻ്റെ ഒരു ദിവസം എല്ലാ ദിവസവും ഇതുപോലെയൊന്നും അല്ല. സാധാരണ ജോലി കഴിഞ്ഞാൽ ഒരു 6:30 6:45 ആവും. എന്ന് വെച്ചാൽ 6 മണി വരെയാണ് ജോലി. പക്ഷേ നമ്മളെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും 6:15 ആവും. അപ്പോൾ പിന്നെ വീട്ടിൽ വരുമ്പോഴേക്കും 6:45 6:30 കഴിയും. പിന്നെ ഇങ്ങനെ നേരത്തെയൊക്കെ കഴിയുവാണെങ്കിൽ ഞാൻ കഴിവതും ഇങ്ങനെ നേരത്തെ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാം. ചില സമയത്തൊന്നും നടക്കത്തില്ല, ചിലപ്പോൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. എന്നാലും അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ഓരോ ദിവസം. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഞാനൊക്കെ കുളിക്കാൻ പോയി, ഏരം കുളിച്ചിട്ട് കഴിഞ്ഞു. ജീച്ചാൻ ഇങ്ങനെ കുളിക്കാനായിട്ടൊക്കെ റെഡി ആവുന്നു. ഞാനിനി കുളിക്കാൻ പോകണം. അങ്ങനെ എല്ലാവരും തിരക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ വീഡിയോ ഇനിയും എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കൊരു പുതിയൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.